ഗുഡ് മോർണിംഗ് എല്ലാവരെയും ഇന്നത്തെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ബെൽഫസ്റ്റ് സെന്റ് തോമസ് CSI ചർച്ചിന്റെ വിശ്വാസയാത്രയിൽ 12 വർഷങ്ങൾ പൂർത്തീകരിച്ച് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി കരേറ്റുവാൻ കൂടെയാണ് ഇന്നത്തെ ഈ ഒരു സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സർവീസിൽ ബെൽഫാസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഡബ്ലിൻ, ലണ്ടൻ, മാഞ്ചസ്റ്റർ ഈ ദേവാലയങ്ങളിൽ നിന്നും അംഗങ്ങൾ പങ്കെടുക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ആൻഡ് വി ഹാവ് Reverend Anup George Joseph, who is the missionary in charge at Mysore Mission, attending today's service. He is our chief guest. അച്ഛനെയും ജീന കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും ഈ സർവീസിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഏതാനും കാര്യങ്ങൾ ആമുഖമായി ഓർപ്പിച്ചു കൊള്ളട്ടെ. As we do always, let us keep our mics muted, especially when we listen to the songs and when we sing along with the songs that we listen to. റെസ്പോൺസസ് പറയുന്നവരും പാഠം വായിക്കുന്നവരും അതാത് സമയങ്ങളിൽ നിങ്ങളുടെ മൈക്സ് അൺമ്യൂട്ട് ചെയ്ത് അതിൽ പങ്കുചേരണമെന്ന് വളരെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അതർവൈസ് നമ്മുടെ മൈക്സ് എല്ലാം മ്യൂട്ട് ചെയ്ത് തന്നെ വെക്കണമെന്ന് വളരെ വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ. സർവീസിന് ശേഷം വെർച്വൽ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. ഈ സമയത്ത് ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനുള്ള ഗ്രീറ്റിംഗ്സ് പറയാനൊക്കെ ഉള്ള സമയമുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടൈം ടു ഇന്ററാക്ട് വിത്ത് അവർ ഡിയർ അനൂപ് അച്ഛൻ ആൻഡ് ജീന കൊച്ചൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സർവീസിനായി നമ്മെ തന്നെ ഒരുക്കാം. ശാന്തമായി ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. സ്തുതിക്കാം നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം സ്തുതിക്കാം നമ്മൾ സ്തുതിക്കാം പരിശുദ്ധനെ സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം. ആകയാൽ ദുർബലൻ ഞാൻ ബലവാനാ സാധു ഞാനും യേശു എന്റെ രക്ഷകൻ ആയതാ. ആകയാൽ ദുർബലൻ ഞാൻ ബലവാനാ സാധു ഞാനും ധന്യനാ യേശു എന്റെ രക്ഷകൻ ആയതാ. പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനാ ദൈവമേ, ഈ ദിവസം നിന്റെ സന്നിധിയിലേക്ക് നന്ദിയുള്ള ഹൃദയത്തോടും മനസ്സോടും അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ആരാധന മുഖാന്തരമാക്കി മാറ്റണമേ. നിന്നെ കാണേണ്ടതുപോലെ കാണുവാനും കേൾക്കേണ്ടതുപോലെ കേൾക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നീ നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും തുടർന്ന് നിന്നാൽ നടത്തപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുവാനും ഇന്നത്തെ ആരാധനയിലൂടെ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു മശീഹ മൂലം അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്കായി ജ്ഞാനകീർത്തനങ്ങളിൽ 35-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 35. Let us keep our mics muted and sing together hymn 35.
ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, പരിശുദ്ധനാകുന്നു. മരണം ഇല്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. Let us spend a few moments in silence and prepare ourselves to confess our sins. As Belfast congregation completes another year in her faith journey, we have gathered together to thank God for all His mercies. In fact, this is a time for all of us, to whichever congregation that we belong, to thank God for He has been a faithful God to each one of our congregations. However, this is a time also for us to examine ourselves if we have been faithful to God, if we have been faithful to our call. വ്യക്തികൾ എന്ന നിലയിൽ, കുടുംബങ്ങൾ എന്ന നിലയിൽ, കോൺഗ്രിഗേഷൻസ് എന്ന നിലയിൽ വിശ്വസ്തത ആചരിക്കുവാനും സ്നേഹത്തിൽ ജീവിക്കുവാനും നീതി ആഘോഷിക്കുവാനും നമുക്ക് സാധിക്കാതെ പോയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ പരാജയങ്ങളെ ഏറ്റുപറയാം.
After a moment of silence, let us confess our sins in unison. അല്പസമയം ശാന്തമായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൽ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഓൾഡ് ടെസ്റ്റ്മെന്റ് റീഡിംഗ്, 2 Chronicles chapter 7 verses 11 to 16. ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. 2 Chronicles chapter 7 verses 11 to 16. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും തന്റെ അരമനയിലും ഉണ്ടാകുവാൻ ശലോമോന് താല്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിനുശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയും ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയും എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിൽ സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. 84-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. സാം 84. സഭ തീരുമാനിച്ച സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഇരിക്കുന്നു. കൂരിരിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവ് എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിന്റെ യാഗപീഠങ്ങൾ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലനിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സെ സീയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ അവളിൽ കൂടി കടക്കുമ്പോൾ അവർ എന്നെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും സീയോൻ ദൈവസന്നിധി ചെന്നെത്തുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങൾ പരിചയതമേ നോക്കണമേ. നിന്റെ അഭിഷ്ടന്റെ മുഖത്തെ കടാശിക്കണമേ. എന്റെ പ്രകാരങ്ങളിൽ കഴിയുന്ന ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമല്ലോ. ഇഷ്ടമായിട്ട് കൂടാതെ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്കേറെ ഇഷ്ടം. യഹോവയുടെ ദൈവം സൂര്യന് പരിചയമാകുന്നു.
യഹോവയെ കൃപയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർ അവൻ ഒരു നന്മയ്ക്ക് മുടങ്ങുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ ആശ്രയിക്കുന്ന ഭാഗ്യവാൻ. ഇവിടെ സംഘത്തെ പാഠമോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളിൽ ഇപ്പോഴും പ്രകാരം തന്നെ. ആമീൻ. രണ്ടാം പാഠം 1 Corinthians chapter 3 verses 9 to 17. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രയും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ. The Gospel according to Saint John chapter 4 verses from 19 to 26. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇതാകുന്നു ജീവനുള്ള ദൈവത്തിന്റെ വചനം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. ബെൽഫാസ്റ്റ് സെന്റ് തോമസ് CSI ഇടവക 12 വർഷങ്ങൾ പൂർത്തീകരിച്ച് മുൻപോട്ടുള്ള വിശ്വാസയാത്ര തുടരുമ്പോൾ ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വചനം പ്രഘോഷിക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അനൂപ് അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും അടുത്ത പാട്ടിന് ശേഷം മൈസൂർ മിഷന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വചന ശുശ്രൂഷയ്ക്കായി ഏറ്റവും വിനയത്തോടുകൂടെ
ക്ഷണിക്കുകയും ചെയ്യുന്നു. We'll sing together hymn number 207. We will keep our mics muted and we will listen and sing together hymn number 207. 207. Before we proceed to the sermon, let us watch a video based on Mysore Mission as Anu Bachchan is ministering as missionary in charge at Mysore Mission.
ബഹുമാനപ്പെട്ട അനൂപ് അച്ഛനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛൻ. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷന്റെ സൂമിലൂടെയുള്ള ഈ ആരാധനയിൽ പങ്കുചേരുവാനായിട്ട് വലിയവനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ പ്രാരംഭത്തില് സൂചിപ്പിച്ചതുപോലെ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻ 12 വർഷമായി വിശ്വാസ യാത്ര തുടർന്നിട്ട് ഇന്ന് അതിൻ്റെ ഒരു സ്തോത്ര ശുശ്രൂഷ കൂടിയായിട്ടാകുന്നുവല്ലോ നാം ഈ ആരാധനയിൽ പങ്കുചേരുന്നത്. ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിലെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, മാഞ്ചസ്റ്റർ, ഡബ്ലിൻ കോൺഗ്രിഗേഷനിലെ പ്രിയപ്പെട്ടവരും ഇതിൽ പങ്കുചേരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനയിൽ എന്നെ ക്ഷണിച്ച പ്രിയ വിജയച്ചനോടും കോൺഗ്രിഗേഷന്റെ ചുമതലക്കാരോടും അതുപോലെ തന്നെ മറ്റു പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും മൈസൂർ മിഷന്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ജോലി സംബന്ധമായും മറ്റും UK-യിലെ വിവിധ ഇടങ്ങളില് വന്നു ചേർന്ന പ്രിയപ്പെട്ടവര് ഒരു വിശ്വാസ സമൂഹമായിട്ട് നിലനിൽക്കുവാൻ വലിയവനായ ദൈവം ഇത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ 12-ൽ പരം വർഷം അതിശയകരമായിട്ട് ഈ കോൺഗ്രിഗേഷനെ ദൈവം നടത്തുന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും അനുഗ്രഹീത അനുഭവങ്ങളാൽ ഈ കോൺഗ്രിഗേഷനെയും പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് മൈസൂർ മിഷനിലാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങളുടെ ശുശ്രൂഷ മൈസൂർ മിഷനിലാണ്. മൈസൂർ മിഷന്റെ ഈ ചെറിയ വീഡിയോയിലൂടെ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ കൂടുതൽ പറയുവാനായിട്ട് അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാലും അച്ഛാ, എനിക്ക് നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആണ് ഇവിടെ. ചിലപ്പോൾ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, ക്ഷമിക്കുക സദയം. മൈസൂർ മിഷൻ 1995 ആരംഭിച്ച CSI മധ്യകേരള മഹാഇടവകയുടെ 24ാമത്തെ മിഷൻ വയൽ പ്രദേശമാണ് മൈസൂർ മിഷൻ. 2021 അത് 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൈസൂർ മിഷന്റെ പ്രധാന മിനിസ്ട്രികൾ വില്ലേജ് മിനിസ്ട്രി, എഡ്യൂക്കേഷൻ മിനിസ്ട്രി, സ്റ്റുഡൻസ് മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, സൺഡേ സ്കൂൾ മിനിസ്ട്രി തുടങ്ങിയവ ആണ്. നാളിതുവരെയും വലിയവനായ ദൈവം അതിശയകരമായിട്ട് ഈ മിഷനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഈ നാളുകളിലൊക്കെയും മൈസൂർ മിഷനിൽ കാണുവാനായിട്ട് സാധിച്ചത്. ദൈവം എത്ര അതിശയകരമായിട്ട് ഞങ്ങളെ വഴി നടത്തുന്നു, ഈ മിഷനെ വഴി നടത്തുന്നു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ചെയ്യുന്നത്. ഒന്ന്, വില്ലേജ് മിനിസ്ട്രി പ്രധാനമായിട്ടും ഇന്ന് 9 ഗ്രാമങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം കവിയൂർ CSI ഇടവകയിൽ നിന്നും അവിടുത്തെ പ്രിയ അച്ഛനോടൊപ്പം പ്രിയപ്പെട്ട ഒരു മൈസൂർ മിഷൻ സന്ദർശിക്കുകയുണ്ടായി. മണ്ടനഹള്ളി എന്ന് പറയുന്ന വില്ലേജില് അവിടെ ഒരു പ്രാർത്ഥനാ യോഗം ഞങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ യോഗത്തിൽ ആദ്യമായിട്ട് കടന്നു വന്ന രത്നമ്മ എന്ന സഹോദരിയുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ
ആദ്യമായിട്ടാകുന്നു ആ പ്രാർത്ഥനാ യോഗത്തില് ആ പ്രിയ സഹോദരി കടന്നു വന്നത്. ക്യാൻസർ പേഷ്യന്റ് ആണ്. ആ ക്യാൻസർ പേഷ്യന്റ് ആയ രത്നമ്മ സഹോദരി പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ആ പ്രിയ സഹോദരി കടന്നു പോകുമ്പോൾ ആ പ്രിയ സഹോദരിയുടെ സ്വന്തം മകന് ആ അമ്മയെ അടിച്ച് താഴെ ഇടുന്നതാ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായത്. സ്വന്തം മകൻ സ്വന്തം അമ്മയെ അടിച്ച് താഴെ ഇടുന്ന ഒരു അവസ്ഥ. ഞങ്ങളൊക്കെ ആകെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എന്നാൽ അടുത്ത ഞായറാഴ്ച ആ രത്നമ്മ എന്ന സഹോദരി നമ്മുടെ ദേവാലയത്തിലെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. വളരെ ഭാരങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു. രോഗിയാണ്, ചികിത്സിക്കുവാനായിട്ട് സാഹചര്യമില്ലാത്ത ഒരവസ്ഥ, മക്കൾ നോക്കുന്നില്ല. ആ സഹോദരി ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ആ സഹോദരിക്ക്, ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ്. അടുത്ത് വരുമ്പോഴേക്ക് അസഹ്യമായിട്ടുള്ള നാറ്റമാണ്. കാരണം ഇൻഫെക്ഷൻ ആയി, ശരിയായ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ലഭിക്കുവാനായിട്ട് ആ സഹോദരിക്ക് കഴിയുന്നില്ല. എന്നാൽ വളരെ ഭാരത്തോടുകൂടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടുകൂടെ ആ സഹോദരി ഞങ്ങളുടെ മുൻപിൽ കരഞ്ഞു. ഇന്നും ഞങ്ങളുടെ ആരാധനയിൽ ആ സ്ത്രീ കടന്നു വരുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശ്വാസ സമൂഹത്തോടൊപ്പം ഞങ്ങളോടൊപ്പം ആ സ്ത്രീ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം, ഈ കഴിഞ്ഞ അടുത്ത ഇടയ്ക്കുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മിഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന തൊട്ടടുത്തുള്ള മാർച്ചഹള്ളി എന്ന് പറയുന്ന വില്ലേജിൽ നിന്നും ഒരു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ദിവസം വൈകുന്നേരം മിഷൻ വീട്ടിലേക്ക്, മിഷൻ ഹൗസിലേക്ക് കടന്നു വരികയുണ്ടായി. വന്ന് കയ്യിലൊരു ബൈബിൾ ഉണ്ട്. ഹിന്ദു ആണ്. ഈ പെൺകുട്ടി മൈസൂർ കോളേജിൽ പഠിക്കുന്ന തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ക്രിസ്ത്യാനിയായ ഒരു കുട്ടി കൊടുത്ത ബൈബിളാ. വായിക്കുവാനായിട്ട് ഈ ബൈബിൾ വായിക്കണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത, വളരെ താല്പര്യത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ആ ബൈബിളും വാങ്ങിച്ച് തന്റെ ഭവനത്തിലേക്ക് വന്നത്. എന്നാൽ ഭവനത്തിൽ വന്നപ്പോൾ അതിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ആ ബൈബിൾ ആ ഭവനത്തിൽ വെക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. വളരെ പ്രയാസത്തോടുകൂടെ ആ പെൺകുട്ടി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫാദർ, ഈ ബൈബിള് എന്റെ വീട്ടിൽ വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, ഈ ബൈബിൾ വായിക്കണം, മനസ്സിലാക്കണം, എന്താണ് സത്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം എന്ന് വളരെ ഭാരത്തോടെ കൂടെ പറഞ്ഞു. എന്നാൽ തന്റെ ഭവനത്തിലുള്ളവർ, തന്റെ മാതാപിതാക്കൾ, ഇത് നമ്മുടെ ദൈവമല്ല, ഈ ദൈവത്തെ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ബൈബിൾ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. ആ പെൺകുട്ടിയെ ബൈബിളുമായിട്ടാ വന്നത്. ഇത് നശിപ്പിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഫാദർ, അതുകൊണ്ട് ഈ ബൈബിൾ ഈ ദേവാലയത്തിൽ വെക്കണം എന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ആ പെൺകുട്ടിയും കൂടെ ഓർക്കണം. കാരണം ക്രിസ്തീയ വിശ്വാസം എന്താകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ അതിന്റെ ചുറ്റുപാടുകൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ആ പെൺകുട്ടിയെയും കൂടി ഓർക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക കരങ്ങളിൽ മൈസൂർ മിഷന്റെ അനുഗ്രഹീതമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയിൽ പരസ്പരം കരുതുക, സഹായിക്കുക. ഈ ഇന്നത്തെ ചിന്താ വിഷയം, ഇന്ന് ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസ് കൂടിയാണ് താങ്ക്സ് ഗിവിംഗ് സർവീസ് ആയിട്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല.
COVID-19 എന്ന മഹാവ്യാധി ഇന്ന് ലോകത്തെ ആകമാനം കീഴ്പ്പെടുത്തി. നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളില് ഇന്ന് COVID-19 എന്ന മഹാവ്യാധി വളരെയധികം കടന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. മുന്നോട്ട് എങ്ങനെ കടന്നു പോകും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് കഴിയുന്നവരാണ് ഇന്ന് ലോകത്തുള്ള എല്ലാവരും. ഈ നാളുകളിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട സഭയിലെ അംഗങ്ങളാകുന്ന ദൈവ മക്കളാകുന്ന നമ്മൾ എപ്രകാരമായിരിക്കണം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം, കൂടുതൽ ദൃഢമായി തീരുവാൻ തക്കവണ്ണം സാധിക്കേണ്ടുന്നത്, ഈ നാളുകളിൽ സാധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ലോകത്തിന്റെ രക്ഷ, വീണ്ടെടുപ്പ് ആവശ്യം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഈ രക്ഷ സാധ്യമല്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ബലപ്പെടേണ്ടുന്നത് വളരെ അത്യാവശ്യമാകുന്നു. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സഭ. സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സഭ സഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എക്ലീസിയ എന്ന ഗ്രീക്ക് പദമാണ് സഭ, ചർച്ച് എന്ന വാക്കിന് ഉപയോഗിക്കുന്നത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹം എന്നാണ് അർത്ഥം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനം എഴുതിയപ്പോൾ അവിടെ 2-ാം അധ്യായത്തിൽ 3 വിശേഷണങ്ങളാ സഭയെക്കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ മന്ദിരം. ഒന്ന്, ദൈവത്തിന്റെ ഭവനം. 3, ആത്മാവിന്റെ വാസസ്ഥലം. 1, ദൈവത്തിന്റെ മന്ദിരം. 2, ദൈവത്തിന്റെ ഭവനം. 3, ആത്മാവിന്റെ വാസസ്ഥലം. ഓർക്കുക, സഭ എന്ന് പറഞ്ഞാൽ എവിടെ ക്രിസ്തു ഉണ്ടോ അവിടെയാണ് സഭ. ഈ നാളുകളിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു വലിയ ചോദ്യം, യേശുക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ടോ എന്നുള്ള ചോദ്യം. യേശുക്രിസ്തു നമ്മളുടെ മധ്യേ ഉണ്ടോ എന്നുള്ള ചോദ്യം ഇന്ന് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് വെല്ലുവിളികളുടെ മധ്യത്തിലൂടെയാ ക്രൈസ്തവ സഭ കടന്നു പോകുന്നത്. ഇന്ന് സഭ സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മീയ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടും. നമ്മളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. അനവധി വെല്ലുവിളികളുടെ മധ്യത്തിലൂടെ ഇന്ന് നാം കടന്നു പോകുമ്പോൾ സഭ എന്തായിരിക്കണം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ സഭ എന്തായിരിക്കണം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 3 ചിന്തകൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ചെയ്യുന്നത്. ഒന്ന്, ചർച്ച് ഷുഡ് അപ്ഹോൾഡ് the values of the kingdom of God. Church should uphold the values of the kingdom of God. ഇന്ന് ദൈവരാജ്യ മൂല്യങ്ങൾ നഷ്ടമായിരിക്കുന്നു. ബന്ധങ്ങൾ നഷ്ടമായിരിക്കുന്നു. ഐക്യത നഷ്ടമായിരിക്കുന്നു. സ്നേഹം ഇല്ലാതെയിരിക്കുന്നു. ഇന്ന് പൊതുവെ കാണപ്പെടുന്ന പല സാഹചര്യങ്ങൾ അതൊക്കെയാണ്. ദൈവരാജ്യ മൂല്യങ്ങൾ ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യ മൂല്യങ്ങളെ പങ്കുവെക്കേണ്ടുന്ന ക്രൈസ്തവ സഭ ഇന്ന് സമൂഹത്തിൽ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഭ ദൈവരാജ്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നു. ചിന്തകനായ G.K.
ചെസ്റ്റർട്ടൺ തന്റെ ചോക്ക് എന്ന് പറയുന്ന തന്റെ ഒരു ആർട്ടിക്കിളില്, ഒരു ലേഖനത്തില് അദ്ദേഹം അവിടെ ഒരു ചിത്രകാരനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചോക്ക് എന്നാണ് ആ ആർട്ടിക്കിളിന്റെ പേര്, ലേഖനത്തിന്റെ പേര്. അവിടെ ഒരു ചിത്രകാരനെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ഒരു ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനായിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം കടലാസും വ്യത്യസ്ത നിറങ്ങളിലുള്ള ചോക്കുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരു ഏകാന്തമായിട്ടുള്ള സ്ഥലം അന്വേഷിച്ചു പോയി. അവിടെ പോയി അദ്ദേഹം പടങ്ങൾ വരയ്ക്കുവാനായിട്ട്, ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് തീരുമാനിച്ചു. കടലാസും നിറമുള്ള ചോക്കുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരു മലഞ്ചെരുവിലേക്ക് അദ്ദേഹം കടന്നു പോയി. കുറച്ചു വരച്ചതിന് ശേഷം അദ്ദേഹം നോക്കിയപ്പോൾ തന്റെ കയ്യില് വെള്ള ചോക്ക് ഇല്ല, വെളുത്ത ചോക്ക് തന്റെ കയ്യിലില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ അല്പനേരം അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന് ബോധ്യമായത് വെള്ള എന്നത് നിറങ്ങളുടെ ഒരു അഭാവമല്ല, മറിച്ച് അത് ഒരു നിറമാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അവിടെ മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പടം വരയ്ക്കുവാനായിട്ട് കടന്നുപോയി, എന്നാൽ വെള്ള നിറമുള്ള ചോക്ക് എടുക്കുവാനായിട്ട് മറന്നുപോയി. എന്നാൽ ആ വെള്ള നിറത്തിന്റെ അഭാവം അതിനെ അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ ചിന്ത എന്ന് പറയുന്നത്, തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നന്മകളുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നാം പറയാം, ഇന്ന് നമുക്കറിയാം, ഇന്ന് തിന്മകൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ധകാര ശക്തികൾ ഇന്ന് ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം പറയുന്നു. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നന്മയുടെ അനുഭവം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ജീവിത മൂല്യങ്ങളെ, ക്രിസ്തീയ ജീവിത മൂല്യങ്ങളെ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നമുക്ക് പങ്കുവെക്കുവാനായിട്ട് കഴിയുമ്പോൾ തിന്മകളിൽ നിന്നും ഈ ലോകത്തെ വീണ്ടെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം അവിടെ നമുക്ക് സാധ്യമായി തീരുകയാണ് ചെയ്യുന്നത്. ഈ മൂല്യങ്ങളെ പങ്കുവെക്കാതിരിക്കുമ്പോഴാണ് നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ തിന്മ ശക്തി പ്രാപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, സഭയായി, ദൈവജനമായി ദൈവം നമ്മളെ ആക്കി ഇരിക്കുന്ന ഇടങ്ങളെ, ആ ഇടങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ട്, ആ ഇടങ്ങളിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ദൈവജനമാകുന്ന നമുക്ക്, സഭയ്ക്ക് സാധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നാം സഭ, ക്രൈസ്തവ സഭ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം എന്നുള്ളത്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സഭ ദൈവരാജ്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഇടമായി രൂപപ്പെടുവാനായിട്ട് ഈ നാളുകളിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, ചർച്ച് ഷുഡ് ബി എ കെയറിംഗ് കമ്മ്യൂണിറ്റി. സഭ ഒരു കരുതൽ കൂട്ടമായി തീരുവാനായിട്ട് സാധിക്കണം. സഭയ്ക്ക് ഒരു കരുതൽ കൂട്ടൽ, കെയറിംഗ് കമ്മ്യൂണിറ്റി ആയി തീരുവാനായിട്ട് സാധിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സഭയെ ഒരു ഭവനത്തോടാണ്, ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നാ അവിടെ പറയുന്നത്, ഭവനത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുടുംബം, ഒരു ഫാമിലി, അവിടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്, മക്കളുണ്ട്, ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്നവരുണ്ടാകാം. അവിടെ ഇവരെല്ലാം കൂടെ ചേർന്നുള്ളതാണ് അവിടെ ഒരു കുടുംബമായി, ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഈ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ഐക്യത അവിടെ പ്രകടമാകും നമുക്ക്.
നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ഭവനത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നാൽ ആ ഫാമിലിയിലുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം ഇത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം ഇടപെടുവാനായിട്ടൊക്കെയും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം കുടുംബാംഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പരസ്പരമുള്ള സ്നേഹവും കരുതലും അവിടെ നമുക്ക് ദൃശ്യമാകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം ഓരോ സഭയും. സഭയിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അത് ദൃഢമായി തീരുവാനായിട്ട് കഴിയേണ്ടുന്നത് അത്യാവശ്യം. അവിടെ ഒരു കരുതൽ, സഭയിലെ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു കരുതൽ വളരെ അത്യാവശ്യമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവിടെ ഒരു പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട് ഈ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ് ചെയ്യുന്നത്. ആ പ്രവചനം കേട്ട് യഹൂദയിലെ സഹോദരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അന്ത്യോക്യയിലെ വിശ്വാസ സമൂഹം അവരുടെ പ്രാപ്തിക്കനുസരിച്ച് നൽകുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നാം ദൈവജനം, ക്രൈസ്തവ സഭ കരുതുന്ന കൂട്ടമായി തീരുവാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. കരുതൽ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യം. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത് എന്താ? ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട്, അവരെയും എനിക്ക് കരുതേണ്ടതാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കരുതലിന്റെ സ്വഭാവമാണ്. ആ ക്രിസ്തുവിന്റെ സ്വഭാവമായിരിക്കണം സഭ, ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടുന്നത്, ദൈവജനത്തിന് ഉണ്ടാകേണ്ടിയിരിക്കും. ജോൺ സ്റ്റോട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ക്രിസ്തീയ കരുതലാണ് ക്രിസ്തീയ കൂട്ടായ്മ, ക്രിസ്തീയ പങ്കിടിയിലാണ് ക്രിസ്തീയ കരുതൽ. അതുകൊണ്ട് നാം ഓർക്കുക, നമ്മുടെ സഭ ഒരു കരുതൽ കൂട്ടമായി തീരുവാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട്, ചർച്ച് ഷുഡ് ബി ദ കാനൽസ് ഓഫ് ദ ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിന്റെ നീർച്ചാലുകളായി സഭ രൂപപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ചർച്ച് ഷുഡ് ബി ദ കാനൽസ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിന്റെ നീർച്ചാലുകൾ. സ്നേഹം വിഷമയമാകുന്നത് എപ്പോഴാണ്? അത് നമ്മളുടെ ഇടയിൽ സ്വാർത്ഥത വർദ്ധിക്കുമ്പോഴാണ് സ്നേഹം വിഷമയമായി മാറുന്നത്. അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന അവസ്ഥയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്, സെൽഫിഷ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവജനം എപ്രകാരമായിരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവജനം, ക്രൈസ്തവ സഭ സമൂഹം അപരന് ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോഴാണ് ജീവിതത്തിന്, ശുശ്രൂഷകൾക്ക് അർത്ഥം ഉണ്ടാകുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള സ്പിരിച്വാലിറ്റി, ആത്മീയത. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്നേഹത്തിന്റെ നീർച്ചാലുകളായി രൂപപ്പെടുവാനായിട്ട് കഴിയണം. ഒരിക്കൽ ഒരു കോളേജ് പ്രൊഫസർ തന്റെ സോഷ്യോളജി സ്റ്റുഡൻസിനോട് ഒരു അസൈൻമെന്റ് കൊടുത്തു, അവരുടെ പ്രോജക്റ്റ് നൽകി. അവരുടെ പ്രോജക്റ്റ് ഇതായിരുന്നു: ഈ ചേരി പ്രദേശത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം, ആ ചേരി പ്രദേശത്തുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എപ്രകാരമാണ്, അവരുടെ ഫ്യൂച്ചർ എപ്രകാരമായി തീരും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ആ സ്റ്റുഡൻസ് ഈ ചേരി പ്രദേശത്തേക്ക് കടന്നു പോവുകയും അവരുടെ പഠനങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. പഠനങ്ങളുടെ ഫലമായി അവർ കണ്ടെത്തിയ കാര്യം, ഈ ചേരി പ്രദേശത്തുള്ള ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ കുട്ടികൾക്ക്
ഒരു നല്ല ഭാവി ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ആ പ്രോജക്റ്റ് അവസാനിപ്പിച്ചത്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രൊഫസർ ഈ പ്രോജക്റ്റ് പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഒരു ഗ്രൂപ്പിനെ ഈ ചേരി പ്രദേശത്തേക്ക് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തേക്ക് അദ്ദേഹം പറഞ്ഞു വിട്ടു തന്റെ സ്റ്റുഡൻസിനെ. അന്ന് കണ്ടെത്തിയ ആ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാകുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് കൊടുത്ത അസൈൻമെന്റ്. ആ സ്റ്റുഡൻസ് അവിടെ കടന്നു പോവുകയും അന്ന് ഉണ്ടായിരുന്ന ആ കുട്ടികളെ നേരിൽ കാണുകയും അവരുടെ ജീവിത അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു. അവരൊക്കെയും ഇന്ന് ജീവിതത്തിന്റെ നല്ല നിലയിൽ എത്തിച്ചേർന്നതായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക്, ഈ സ്റ്റുഡൻസിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവരന്വേഷിച്ചു, എന്താ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് യാതൊരു ഭൗതിക സാഹചര്യം ഒന്നുമില്ലാത്ത ഈ ചേരി പ്രദേശത്ത്, നല്ലൊരു സാഹചര്യം ഇല്ലാത്ത ഈ ചേരി പ്രദേശത്ത് വസിക്കുന്ന നിങ്ങൾ ഈ നല്ല ഭാവി, നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾക്കിടയായി തീർന്നത് എങ്ങനെയാകുന്നു എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങളെ ഈ നിലയിലേക്ക് ഞങ്ങളെ വളർത്തിയത് ഒരു ടീച്ചറാണ്. അവർ ആ വിദ്യാർത്ഥികൾ ആ ടീച്ചറെ പോയി കണ്ടു. ടീച്ചറോട് ഈ ചോദ്യം ചോദിച്ചു, എന്താണ് ഈ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്താ? ആ ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ കുട്ടികളെ അളവറ്റ് സ്നേഹിച്ചു എന്നാ പറഞ്ഞത്. ഞാൻ ആ കുട്ടികളെ സ്നേഹിച്ചു എന്നത്. ഇന്ന് സ്നേഹം എന്ന വികാരം നമുക്കൊക്കെയും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല. നോക്കി പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ വസ്തുതയാണ്. ദൈവ സ്നേഹത്തെ പങ്കുവെക്കേണ്ടുന്ന ദൈവജനം ദൈവ സ്നേഹത്തെ പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഒരു രോഗിയെ, ഒരു മനുഷ്യനെ 4 ആളുകള് ചുമന്നുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ 4 പേരൊരു വിശ്വാസ സമൂഹമാണ്. എന്തായിരുന്നു ആ വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നാം ഓർക്കണം. They are the people of concern. They are the people of conviction. They are the people of commitment. ആ 4 പേരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന സവിശേഷതകൾ അതാണ്. വിശ്വാസ സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടുന്നതും ഇതാണ്. അതുകൊണ്ട് നാം ഓർക്കുക, ചർച്ച് ഷുഡ് ബി ദ കാനൽസ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവ സ്നേഹത്തിന്റെ ചാലുകളായി, നീർച്ചാലുകളായി രൂപപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. കഴിഞ്ഞ 12 വർഷം ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി വഴി നടത്തി. ഇന്ന് ഈ താങ്ക്സ് ഗിവിംഗ് സർവീസിനോട് ബന്ധപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാൻ കഴിഞ്ഞതും ഇതാണ്. ഇന്ന് ഞാനായിരിക്കുന്ന എൻ്റെ ഈ സഭ ദൈവ രാജ്യ മൂല്യങ്ങളെ പങ്കുവെക്കുവാൻ, ഞാനായിരിക്കുന്ന എൻ്റെ ഇടങ്ങളെ രൂപപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ സഭ ഒരു കരുതൽ കൂട്ടമായി തീരുവാനായിട്ട് ഇടയായിത്തീരണം. അതുപോലെ തന്നെ ദൈവ സ്നേഹത്തിന്റെ നീർച്ചാലുകളായി ഞാനും എൻ്റെ സഭയും രൂപപ്പെടണം. ഈ ഒരു വലിയ അനുഭവത്തിലൂടെ സഞ്ചരിപ്പാനായിട്ട് നമുക്ക് സാധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭ, അതിന്മേൽ മറ്റൊന്ന് ഇടുവാനായിട്ട് ആർക്കും സാധിക്കയില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന നാം ദൈവ സ്നേഹത്തിന്റെ അനുഭവമുള്ളവരായി, ദൈവരാജ്യ മൂല്യങ്ങളുള്ളവരായി, കരുതുന്ന അനുഭവമുള്ളവരായി മുന്നോട്ട് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കോൺഗ്രിഗേഷനെയും ഈ പ്രിയപ്പെട്ടവരെയും തുടർന്നും
സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രഖ്യാപിക്കാം. Apostles' Creed, let us affirm in unison. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമി സൃഷ്ടിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി കർത്താവായ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാതപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വീഴുന്ന പിന്നെയും ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. അവിടെ അവൻ ജീവനുള്ളവരെയും മനുഷ്യരെയും ന്യായം ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിന വാർഷികവും ആഘോഷിച്ചവരെ നമുക്ക് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിൽ നിന്ന് മിസ്റ്റർ റജീം തോമസ് ജന്മദിനം കൊണ്ടാടി. അതുപോലെ തന്നെ നമ്മുടെ മറ്റു കോൺഗ്രിഗേഷൻസിൽ നിന്നും ജന്മദിനമോ വിവാഹ വാർഷികമോ ഒക്കെ ആഘോഷിച്ചവരെ ഈ സമയത്ത് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അനൂപച്ചൻ അവർക്കായി പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കാം. ജന്മദിനം കൊണ്ടാടുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നിന്റെ മക്കളെ നീ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഈ നാളുകളൊക്കെയും കർത്താവെ നീ അവിടുന്ന് കൂടെ ഇരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവെ നീ അവിടുന്ന് നിന്റെ മക്കളോടൊപ്പം ആയിരുന്നുവല്ലോ, അവരെ കൈപിടിച്ച് നടത്തിയല്ലോ. കർത്താവെ, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നീ അവിടുന്ന് ശക്തീകരിച്ചതിനായിട്ട്, നിന്റെ മക്കളെ ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയോട് നന്ദിയുള്ളവരായി എന്നും നിലനിൽക്കുവാനായിട്ടും, തുടർന്നും എന്റെ വലിയ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് യാത്ര ചെയ്യുവാനും നാഥാ നിന്റെ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി കരേറ്റുന്നു. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൂത് നൽകിയ ബഹുമാനപ്പെട്ട അനൂപച്ചനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അച്ഛനിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ചത്. The church has to be a community upholding kingdom values. The church has to be a caring community. The church has to be a channel of God's love, a community of concern, a community of conviction, and a community of commitment. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസയാത്ര തുടരാം എന്ന് നമ്മോട് പ്രബോധനം നൽകിയ ബഹുമാനപ്പെട്ട അനൂപച്ചനോടും അച്ഛനോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന ജീന കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടും
മൈസൂർ മിഷനിലെ എല്ലാവരോടുമുള്ള നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷന്റെ 12 years കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഫെയ്ത്ത് ജേർണി തുടരുകയാണല്ലോ. ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻ എങ്ങനെ ഇത് ആഘോഷിക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ the committee took a decision that we can celebrate only when we help others to celebrate their lives. ഇതായിരുന്നു കമ്മിറ്റിയുടെ സഭയുടെ താല്പര്യം. അത് അനുസരിച്ചാണ് ഈ വർഷം മൈസൂർ മിഷനിലെ ചില ജീവിതങ്ങൾക്ക് ഒരു ആഘോഷത്തിനുള്ള മുഖാന്തരം ഒരുക്കാം എന്ന് ചിന്തിച്ചത്. അനൂപച്ചനോട് സമീപിച്ചപ്പോൾ അനൂപച്ചൻ അവിടുത്തെ വലിയൊരു ഭാരം നമ്മളുമായി പങ്കുവെച്ചു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ അവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സിനും മിഷണറീസിനും ഒന്നും ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല മൈസൂർ മിഷനിൽ മാത്രമല്ല, ഇത് പല മിഷൻ ഫീൽഡിന്റെ ഒരു സ്ട്രഗിൾ ആണ് ഈ കാലഘട്ടത്തിൽ. സോ അച്ഛൻ ഷെയർ ദെയർ കൺസേൺ. അത് ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനുമായി പങ്കുവെച്ചു. ഏകദേശം 21ഓളം മിഷണറിമാർക്ക് അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഒരു 1500 രൂപ വെച്ച് 1500 റുപ്പീസ് വെച്ച് കൊടുക്കാൻ സാധിച്ചാൽ അത്രയുമെങ്കിലും ആകുമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു. അച്ഛനും കൊച്ചമ്മയും അവിടുത്തെ ഇൻചാർജ് അവരെല്ലാവരും ചേർന്ന് അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻ ആഗ്രഹിച്ചു. അതനുസരിച്ച് കഴിഞ്ഞ ഏകദേശം ഒരു 10 ദിവസം മുൻപാണെന്ന് തോന്നുന്നു നമ്മുടെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചു. ഇന്ന് നിങ്ങളുടെ ഓഫർ അതിനു വേണ്ടിയൊക്കെ മാറ്റിവെക്കണമെന്ന് പറയാൻ ആണ് ഞങ്ങൾ ആഗ്രഹിച്ചതെങ്കിലും this morning the secretary called me and told me that God was so gracious through our members that although we are just 10 families, 11 families or 12 families, നമുക്ക് നൽകേണ്ട 31,500 rupees കഴിഞ്ഞ ദിവസം കൊണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് സന്തോഷ വാർത്തയാണ്. അത് അനുപച്ചൻ ഉൾപ്പെടുന്ന മൈസൂർ മിഷനിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നത് വളരെ സന്തോഷമാണ്. പക്ഷേ നമ്മുടെ സഭയുടെ ചാരിറ്റി വർക്ക്സ് തുടരുകയാണ്. So there are many requests coming every day. അനേകർ നമ്മിലേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ താലന്താണ്. ലണ്ടനിലാണെങ്കിലും മാഞ്ചസ്റ്ററിലാണെങ്കിലും ഡബ്ലിനാണെങ്കിലും ബെൽഫാസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ഈ കോൺഗ്രിഗേഷൻസ് ഒക്കെ എനിക്കറിയാം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ലണ്ടൻ, മാഞ്ചസ്റ്റർ, ഡബ്ലിൻ, ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻസ് ഒക്കെ വിതിൻ ദ ലിമിറ്റ്സ് യു ആർ ഡൂയിങ് എ ബെസ്റ്റ് ടു പാർട്ട്ണർ വിത്ത് ഗോഡ് ഇൻ ഗോഡ്സ് മിഷൻ. അത് 4 കോൺഗ്രസ് സംബന്ധിച്ചോളം വളരെ സന്തോഷകരം അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. സോ പ്ലീസ് കണ്ടിന്യൂ ടു കോൺട്രിബ്യൂട്ട്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും ഇനിയും അനേക ചാരിറ്റീസ് അതേക്കുറിച്ച് സെക്രട്ടറി പിന്നീട് സൂചിപ്പിക്കുന്നതാണ്. സോ പ്ലീസ് റിമെമ്പർ ഇൻ പ്രേയേഴ്സ്. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us continue to help smiles blooming on the face of little children and our missionaries and our villages in our mission fields. ക്രിസ്മസ് കാരൽ സർവീസിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. നമ്മുടെ 4 കോൺഗ്രിഗേഷൻസും ഈ വർഷം എന്ത് വന്നാലും ക്രിസ്മസ് കാരൽ സർവീസ് ആഘോഷിക്കണമെന്ന ആഗ്രഹത്തിലാണ്. സോ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷന്റേതായിരിക്കും ആദ്യത്തെ ക്രിസ്മസ് കാരൽസ്. ദാറ്റ് വിൽ ബി ഓൺ 12th of December. അത് സാറ്റർഡേ ആണ്. സോ December 12th 11 o'clock ഇത് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിൽ ഒരു ക്വയർ ഒന്നുമില്ല. പക്ഷേ ആ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിലെ മുഴുവൻ കോൺഗ്രിഗേഷൻ ഞങ്ങളുടെ ക്വയറാണ്. അപ്പോൾ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിലെ മാലാഖമാരും ആട്ടിടയരും വിദ്വാൻമാരും ഒക്കെ ചേർന്ന് ഈ ഒരു ക്രിസ്മസ് കാരൽ സർവീസിൽ പാടുമ്പോൾ ദൈവം കോൺഗ്രിഗേഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ഒരു ക്രിസ്മസ് കാരൽ സർവീസിലേക്ക് ക്ഷണിക്കുന്നു. കാലിക്കൂട് നിന്നുള്ള പാട്ട് ഞങ്ങൾ റിസർവ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആ പാട്ട് ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ബാക്കി വിദ്വാൻമാരും മാലാഖമാരും അതുപോലെ ആട്ടിടയരും ഒക്കെ ദയവ് ചെയ്ത് ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗങ്ങളായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us have a very good time of Christmas carol service. ലണ്ടനും മാഞ്ചസ്റ്ററും ഡബ്ലിനും ഒക്കെ ക്രിസ്മസ് കാരൽ സർവീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് അറിയിക്കുന്ന അനുസരിച്ച് നമ്മൾ എല്ലാവരും എല്ലാത്തിലും പങ്കുചേരാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Over to our secretary for announcements regarding our charity registration and charity works. ഓക്കെ, താങ്ക്സ്. അച്ഛൻ തന്ന ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 2 കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ചർച്ച് കമ്മിറ്റിയുടെ ഓൺ ബിഹാഫ് ഓഫ് ദ ചർച്ച് കമ്മിറ്റി പ്രത്യേകിച്ച് അനൂപ് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛന് ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് ജോയിൻ ചെയ്യാനും ഞങ്ങൾക്ക് തരുവാൻ തന്ന ഈ മെസ്സേജിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ടെക്നോളജി നമ്മുടെ ദൈവം സഹായിച്ചു, വർക്ക് ചെയ്തു. എല്ലാത്തിനും അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 12 വർഷമാകുകയാണ്. കഴിഞ്ഞ 12 വർഷക്കാലം തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ പല സമയങ്ങളിലും നമുക്ക് നേതൃത്വം നൽകുന്ന സണിയച്ഛനെയും കൊച്ചമ്മയും സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവർ മൂലമാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പല അച്ഛന്മാരും ഇവിടെ ഒരു സ്ഥിരം അച്ഛൻ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക്
ബെൽഫാസ്റ്റ് ഇടവകകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ സേവനങ്ങളെയും ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വിജയച്ചനെയും കൊച്ചമ്മയെയും പ്രത്യേകം ഓർക്കുന്നു. അവര് 2019 തൊട്ട് ഒരു കോൺസ്റ്റന്റ് ലീഡർഷിപ്പ് തരുകയാണ്. ആ ലീഡർഷിപ്പ് കോൺഗ്രിഗേഷന് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ഈ ചാരിറ്റിയുടെ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ സമയത്ത് ഈ 2020 ഫെബ്രുവരിയിൽ മീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും കമ്മിറ്റി ഈ വർഷം 2020 3 ചാരിറ്റീസ് ആണ് മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് അച്ഛൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മൈസൂർ മിഷൻ. ഒക്ടോബർ 31 തൊട്ട് ഡിസംബർ 5 വരെയാണ് നമ്മുടെ ഫണ്ട് റൈസിങ് ചാരിറ്റി വീക്സ്. ഈ വീക്കിലാണ് നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഈ വീക്കിൽ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. എന്നിരുന്നാലും അച്ഛൻ സൂചിപ്പിച്ച പോലെ ജോബി നമ്മുടെ ട്രഷറർ ഇന്ന് രാവിലെ വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് പൈസ ഫുൾ കിട്ടിക്കഴിഞ്ഞു. മൈസൂർ മിഷന് വേണ്ടിയുള്ള പൈസ മുഴുവൻ കിട്ടി. പ്രത്യേകിച്ച് അതിന് എല്ലാ കോൺട്രിബ്യൂഷൻ മെമ്പേഴ്സിനും നമുക്ക് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മൈസൂർ മിഷൻ ഇതിലൂടെ പങ്കുചേരുന്നത് കൂടാതെ തന്നെ നമ്മൾ വേറെ 2 ചാരിറ്റിയും കൂടി 2020 പങ്കുചേരുന്നുണ്ട്. ഒന്ന് ബെൽഫാസ്റ്റ് ലാഡർ പ്രോജക്റ്റ് ആണ്. ബെൽഫാസ്റ്റ് ലാഡർ പ്രോജക്റ്റ് ഞാൻ വാട്സപ്പിൽ കൂടെ എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്. എന്തായിരുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് അനേകര് ഭക്ഷണമില്ലാതെയും ജോലിയില്ലാതെയും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ ബെൽഫാസ്റ്റ് ലാഡർ പ്രോജക്റ്റ് ഈസ്റ്റ് ബെൽഫാസ്റ്റിലുള്ള പ്രത്യേകിച്ച് നിർദ്ധരായ ഭക്ഷണമില്ലാത്തവരും അതുപോലെ ഓരോ എമർജൻസി വന്ന് അവർക്ക് പല നീഡുകളുണ്ട്. ആ നീഡുകളിൽ സഹായിക്കുകയാണ് അവർ. പ്രത്യേകിച്ച് ഫുഡായിട്ടും ഐറ്റംസ് ആയിട്ടും അവർ പല വിധത്തിൽ സഹായിക്കുന്നു. പ്രത്യേകിച്ച് കമ്മിറ്റി കൂടി തീരുമാനിച്ചു നമ്മുടെ പാർട്ടായിട്ട് നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ഈ ചാരിറ്റിയിലും പങ്കുചേരുവാൻ നമ്മൾ ഇടയാകും. അതിന് 3ാമത്തെ ചാരിറ്റിയാണ് നമ്മൾ ബൈബിൾ സൊസൈറ്റിക്ക് വേണ്ടി. പ്രത്യേകിച്ച് ബൈബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അതിനൊരു റിക്വയർമെന്റ് ഉണ്ട്. ബൈബിള് എല്ലായിടത്തും പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പം പല രൂപത്തിൽ ബൈബിൾ സൊസൈറ്റി പുസ്തകം മാറി ആപ്പായി പല രൂപത്തിലും വരുന്നു. ഇതിനൊക്കെ അവരുടെ കൂടെ പങ്കുചേരുവാൻ കമ്മിറ്റി തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഈ നിമിഷം ഈ 3 ചാരിറ്റിക്ക് വേണ്ടി ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. നമ്മൾ ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്ത എമൗണ്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കോൺഗ്രിഗേഷനുള്ള എല്ലാ മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു, ഇനിയും ചാരിറ്റി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാതെ ഇനിയും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. വരുന്ന മാസങ്ങളിൽ നമ്മൾ വരുന്ന ഓരോ നീഡ്സിലും നമ്മൾ അത് മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചാരിറ്റി കമ്മീഷന്റെ റെഗുലേഷൻ ഉള്ളത് ആണ്. അതുകൊണ്ട് എല്ലാ ചാരിറ്റി ഇവന്റ്സും നമ്മൾ അതിന്റെ പ്രോപ്പർ പ്രൊസീജിയേഴ്സിലാണ് നടത്തുന്നത്. അതുപോലെ ഗിഫ്റ്റ് എയ്ഡ് ഫണ്ട് നമ്മൾ ആരെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്താൽ അതിന്റെ 25% HMRC നമുക്ക് റിട്ടേൺ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം 10 പൗണ്ട് കൊടുത്താൽ 12.50 നമുക്ക് കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും ഗിഫ്റ്റ് എയ്ഡ് ഫോം കൊടുക്കാൻ ഇനി ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ജോബി ട്രഷറയിൽ എത്രയും പെട്ടെന്ന് കൊടുത്ത് ആ ഒരു 25% ചർച്ച് ചാരിറ്റിക്ക് വേണ്ടി കിട്ടുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അച്ഛാ, താങ്ക് യു സുനിൽ അച്ഛൻ. നമ്മുടെ ജേക്കബ് തോമസ് അച്ഛന്റെ സണ്ണി അച്ഛന്റെ കോൺട്രിബ്യൂഷൻസ് ലീഡർഷിപ്പ് നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. അച്ഛൻ എന്ന ആരാധന സംബന്ധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന്റെ അവിടുത്തെ മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നമായതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തത്. അച്ഛന്റെ എമിലി കൊച്ചമ്മയുടെയും പ്രത്യേക പ്രാർത്ഥന അവരുടെ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. ദൈവം അച്ഛനെ ഏറെ അനുഗ്രഹിക്കട്ടെ, പൂർണ്ണ സൗഖ്യം നൽകട്ടെ. അവരുടെ ഇരുവരുടെയും ശുശ്രൂഷ നേതൃത്വവും തുടർന്നും നമ്മുടെ കോൺഗ്രിഗേഷനെല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. We will proceed to intercessions. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. Eternal God, high and holy, when we worship, let us worship gladly. When we study, let us learn your truth. May every time we meet with your approval, so that our fellowship may stand as a sign of your spirit at work in the world
and as a witness to you, through Jesus Christ our Lord, who lives and reigns with you, and the Holy Spirit, one God, now and forevermore. Amen. സമാധാനത്തിനായുള്ള അപേക്ഷ. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. Collect for grace. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായി ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. അല്പസമയം ശാന്തമായ ദൈവസന്നിധിയിൽ നമ്മുടെ ലോകത്തിനായി പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യക്കായും അയർലൻഡിലായും പ്രാർത്ഥിക്കാം, കൊച്ചു കേരളത്തിനായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും കേരളത്തിലുമൊക്കെ കോവിഡിന്റെ കേസസ് ഓരോ സമയവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണ നിയന്ത്രണത്തിലായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. Let us pray for our congregations in the UK and Ireland, especially for our children. ഇന്ന് നമ്മുടെ രാജ്യം ചിൽഡ്രൻസ് ഡേ ഒക്കെ ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദീപാവലിയുടെ പശ്ചാത്തലത്തിൽ a festival of light. Let us pray that God would shine into our lives, continue to shine into our lives as the light, and that through us that light would be shared to many lives. അനേക ജീവിതത്തിലേക്ക് ആ പ്രകാശം പകരപ്പെടേണ്ടതിനായി അവരുടെ ജീവിതങ്ങൾ പ്രകാശപൂരിതമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മൈസൂർ മിഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ജീവിതങ്ങൾ പ്രകാശപൂരിതമായി തീരുവാൻ വേണ്ടി ത്യാഗനിർഭരമായി ശുശ്രൂഷ ചെയ്യുന്ന അനൂപച്ചനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും സെനൽ ടീച്ചറെയും കുടുംബത്തെയും മറ്റു മിഷണറിമാരെയും എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ടീച്ചേഴ്സിനെ പ്രാർത്ഥിക്കാം. സ്കൂളുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വില്ലേജ് മിനിസ്ട്രിയുടെ ഭാഗമായി തീരുന്നവർ, വെരി ചലഞ്ചിങ് മൊമെന്റ്സ്. ഇന്ന് അച്ഛന് വചനശുശ്രൂഷ സൂചിപ്പിച്ച രത്നമ്മ എന്ന് പറയുന്ന ആ വനിതയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മകനായി പ്രാർത്ഥിക്കാം. മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം. പ്രസംഗമധ്യ ഓർപ്പിച്ച ആ പെൺകുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസം അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ അവളുടെ താല്പര്യത്തെ ദൈവം മാനിക്കേണ്ടതിനായി ആ ഭവനത്തിനും ആ പ്രദേശത്തിനും അവരുടെ വിശ്വാസം ഒരു മാറ്റത്തിന് മുഖാന്തരമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുക. അതുപോലുള്ള അനേകർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായി തീരുവാൻ ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനും ചെറിയ തോതിലാണെങ്കിലും സാധിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളെയും ഓർക്കാം. ഇതിന്റെ ഭാഗമായി ഇതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തവർക്കായി സ്തോത്രം ചെയ്യാം. നേതൃത്വം എടുത്ത ചർച്ച് കമ്മിറ്റി അംഗങ്ങൾക്കായി, സെക്രട്ടറിക്കായി, ട്രഷറർക്കായി, ചർച്ച് വാർഡനായിട്ടൊക്കെ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ലണ്ടൻ, മാഞ്ചസ്റ്റർ, ഡബ്ലിൻ കോൺഗ്രിഗേഷൻസിൽ നിന്ന് പങ്കെടുക്കുന്നവർ, ആ കോൺഗ്രിഗേഷന്റെ ആവശ്യങ്ങൾ, അവരിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നമ്മുടെ 4 കോൺഗ്രിഗേഷൻസിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Let us thank God, for God is giving us several opportunities to be a church. ഒരു സഭയായി തുടരുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി നന്ദി കരേറ്റാം. നമ്മുടെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേകർക്ക് സ്പൗസ് വിസ ലഭിച്ചു, അവരൊക്കെ തിരികെ വന്നു, ഒരു ഫാമിലി റീയൂണിയൻ സാധ്യമായി തീർന്നു. ഇനിയും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, ഇനിയുമുണ്ട് അനേകർ നാട്ടിൽ നിന്ന് വരേണ്ടവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫെറ്റേണിറ്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ യാത്രയിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. നാട്ടിൽ ചെന്നുള്ള അവരുടെ ക്വാറന്റൈൻ, അവരുടെ തുടർന്നുള്ള ഭവനത്തിലെ താമസം, ഇവിടെയൊക്കെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പല വേർപാടുകൾ കടന്നുപോയി, വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ, നമ്മുടെ പലരും ഫാമിലി വേയിലാണ്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാവരെയും ദൈവ കരങ്ങളെ സമർപ്പിക്കാം. സുഖപ്രസവം നൽകുന്നതിന് പ്രാർത്ഥിക്കാം. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം
നഴ്സിംഗ് സംബന്ധമായ ടെസ്റ്റുകൾക്ക് ഒരുങ്ങുന്നവർക്ക് പ്രാർത്ഥിക്കാം. പുതിയ ഭവനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ, പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ, പ്ലേസ്മെന്റിനെ ആഗ്രഹിക്കുന്നവർ, അവരെയൊക്കെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 12 വർഷക്കാലം അത്ഭുതകരമായി നടത്തി. പ്രത്യേകിച്ച് UBSലെ അധ്യാപനത്തിന് ശേഷം ബെൽഫാസ്റ്റിൽ വന്ന് പഠിപ്പിക്കുവാൻ ദൈവം സണ്ണിയച്ചനും എമിലി കൊച്ചമ്മയ്ക്ക് നൽകിയ അവസരങ്ങൾ, അതൊക്കെ നമ്മുടെ ഇവിടെ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുവാൻ ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റിയ ഗോഡ്സ് വേസ് ആർ മിസ്റ്റീരിയസ്. സണ്ണിയച്ചനെയും കൊച്ചമ്മയും ദൈവം എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യാം. അച്ഛന്റെ രോഗാവസ്ഥകൾ, ക്ഷീണാവസ്ഥകൾ ദൈവം കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യാം. പൂർണ്ണ സൗഖ്യം പ്രാപിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷൻ എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ കൃപ വർഷിപ്പിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആഴ്ചയിലെ ജീവിതം, ക്രിസ്മസ് കാരൽ സർവീസുകൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഡിസംബർ 12, 13, 19, 20, 24 ഈ ദിവസങ്ങളിലൊക്കെ നടത്തപ്പെടുന്ന വിവിധ ശുശ്രൂഷകൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹത്തിന് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സതീഷിനെ പ്രാർത്ഥിക്കാം, റോണിക്ക് പ്രാർത്ഥിക്കാം, രോഹനെ പ്രാർത്ഥിക്കാം, അനീഷയ്ക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹത്തിനായി ഒരുങ്ങുന്ന നമ്മുടെ യുവാക്കൾ, യുവതികൾ, വിവാഹത്തിനായി ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കാം. നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ വിവാഹം നടത്തുക എന്ന് പറയുന്നത് വെരി ചലഞ്ചിങ്. അതിന് വേണ്ട എക്സ്ട്രാ കെയർ ദൈവം നൽകേണ്ടത് ആവശ്യമാണ്. സോ ലെറ്റ് us commit all those who are preparing for their marriages, all those who are hoping to get married soon, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾ, അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഓർക്കാം. മഹാടോയ്ക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാബുവച്ചനായി നരസിംഹച്ചനെ പ്രാർത്ഥിക്കാം. ആരാണോ ബിഷപ്പാകേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നോ അദ്ദേഹം ബിഷപ്പാകേണ്ടതിനായി സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. തോമസ് കെ ഉമ്മൻ ബിഷപ്പിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. റിട്ടയർമെന്റ് ലൈഫ് പീസ്ഫുള്ളായി ജീവിക്കുവാൻ, പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഇടയാകാൻ പ്രാർത്ഥിക്കാം. കേരളത്തിലെ 6 മഹാടവുകളെയും പട്ടക്കാരെയും ഉപദേശിമാരെയും വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാർത്തോമാ സഭയ്ക്ക് പുതിയൊരു മെത്രോപ്പൊലീത്ത ലഭിച്ചിരിക്കുന്നു, ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ. തിരുമേനി ദൈവ കരങ്ങളെ സമർപ്പിക്കാം. തിരുമേനിയുടെ എക്യുമെനിക്കൽ വിഷൻ, എക്കോളജിക്കൽ വിഷൻ, സോഷ്യൽ കൺസേൺസ്, എല്ലാത്തിലുപരിയായി സഭയെ ആത്മീയതയിലേക്ക് നയിക്കുവാനുള്ള താല്പര്യം, സഭയ്ക്ക് സമൂഹത്തിന് പ്രവർത്തിക്കാൻ താല്പര്യം, കമ്മിറ്റ്മെന്റ്, ഇതെല്ലാം ദൈവ കരങ്ങൾ സമർപ്പിക്കാം. CSI മാർത്തോമ ബന്ധം കൂടുതൽ ശക്തിപ്പെടേണ്ടതിനെ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവിക സ്നേഹത്തിന്റെ വക്താക്കളായി ജീവിക്കുവാൻ ഇടയാകേണ്ടതിനെ പ്രാർത്ഥിക്കാം. എല്ലാത്തിലും ഉപരിയായി നാം ഉൾപ്പെടുന്ന സഭ, നാം ഓരോരുത്തരും ദൈവരാജ്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് കരുതുന്ന, സ്നേഹിക്കുന്ന സമൂഹമായി ജീവിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. ശാന്തമായ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ ഫലമേൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. Now let us thank God for all his mercies. കഴിഞ്ഞ നാളുകൾ ദൈവത്തെ അത്ഭുതകരമായി നമ്മെ വഴി നടത്തി. ആ ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് അവന്റെ പുത്രനിലൂടെ നമ്മളെ സ്നേഹിച്ച്, നമ്മളെ വീണ്ടെടുത്ത്, അവന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തെ ഓർത്ത് let us thank God. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. In unison let us pray. Let us thank God. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യര അടിയാരോടും സകല മനുഷ്യരോടും ഞങ്ങളുടെ സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിപാലിക്കുന്നതിനും വേണ്ടിയും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കുന്നതിന് കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും മതത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായംകൂടാതെ നിന്നുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ശുദ്ധിയോടും നീതിയോടും മുമ്പാകെ നടന്ന്
അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ സകല കരുണകളെ കുറിച്ചും തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും രക്ഷിതാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവെ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവൻ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവെ, നിന്റെ അടിയാറുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. നാം സമർപ്പിക്കുവാൻ ഒരുങ്ങുന്ന നമ്മുടെ സമർപ്പണങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. മൈസൂർ മിഷന് വേണ്ടി അതുപോലെ മറ്റ് ചാരിറ്റികൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതും സമർപ്പിച്ചതുമായ ദാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഞങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടിനെയും ഈ സമർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദത്തെ കൈക്കൊള്ളുവിൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവല സമാധാനം നാം എല്ലാവരോടൊപ്പം ഇന്നും എന്നും എല്ലാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. സമാപന കീർത്തനത്തിനും ബ്ലെസ്സിങ്ങിനും ശേഷം നമ്മുടെ വെർച്വൽ ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. ഈ സമയത്ത് ബെൽഫാസ്റ്റ് കോൺഗ്രിഗേഷനിലെ ഗ്രീറ്റിംഗ്സ് അറിയിക്കാനും അനൂപച്ചനുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അനൂപച്ചൻ വിവാഹം കഴിപ്പിച്ച് അയച്ചവരൊക്കെ പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ടൈം ടു റിവൈവ് ദോസ് or cherish those relationships. എല്ലാത്തിനുമുള്ള സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let us join together in singing our closing hymn, hymn 361, 361. Amen.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഇന്ററാക്ഷന്റെ സമയമാകുന്നുവല്ലോ. ദയവായി ആരും പോകരുതെന്ന് ഓർപ്പിക്കുന്നു.